ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നത് എന്തിനാണെന്നറിയാമോ? എനിക്കാണെങ്കിൽ വിശക്കുന്നു. അത്രയ്ക്ക് വിശപ്പൊന്നുമില്ല, ചെറുതായിട്ട് വിശക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോയ്ക്കകത്ത് കിഴി പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ എനിക്ക് ഉണ്ടാക്കി കുറേ നാളുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ദിവസം ഉണ്ടാക്കാമെന്ന്. അങ്ങനത്തെ ഒരു ദിവസം ഇന്ന് കണ്ടെത്തി എടുത്തിട്ടുണ്ട്. അപ്പം അപ്പുറത്തെ കടയിൽ പോയി ഒരു കുഞ്ഞു കോഴി 1/2 കിലോ വാങ്ങിച്ചു. അതിന് ഉണ്ടാക്കുകയാണ്. നമ്മൾ എന്താണ് പുറത്ത് നമ്മുടെ ഇവിടെ തന്നെ വാഴയില വെട്ടിയിട്ട് പത്തിരി വെളിയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അതൊന്നും നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ചിക്കൻ കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ആദ്യം നമ്മൾ വാഴയില വാട്ടി അതിനകത്ത് ഇച്ചിരി വെള്ളം ഇട്ടിട്ട് പത്തിരി വെച്ചിട്ട് വീണ്ടും കറി ഒന്ന് തേച്ച് സ്പ്രെഡാക്കി കൊടുത്ത് അടുത്ത ലെയർ എന്നിട്ട് വീണ്ടും പത്തിരി വെക്കണം, എന്നിട്ട് വീണ്ടും കറി വെക്കണം കേട്ടോ. അതാണ് ഇത്. അത്രയ്ക്കൊന്നും പറ്റില്ല കടയിൽ, ഇങ്ങനെയൊന്നുമില്ല. കടയിൽ കുറച്ചൊരു അവരുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടും, പക്ഷേ എനിക്കതൊന്നും ഇടാൻ അറിയത്തില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതിനകത്ത് 3 പൊറോട്ടയാണ് കേട്ടോ. എന്നിട്ട് അതിനെല്ലാണ്ട് ചുരുട്ടി പിടിച്ച് കിഴി കെട്ടണം. നമ്മുടെ വാഴയിലയുടെ ആ വള്ളി വെച്ചൊന്ന് കെട്ടി കൊടുക്കണം. അങ്ങനെ ഇഡ്ഡലി കുട്ട എടുത്തിട്ട് അതിനകത്ത് വെള്ളം വെച്ച് അതിനെ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണമല്ല, കുറേ ഉണ്ടാക്കി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ അതിനെ വെച്ചു. എന്നിട്ട് രണ്ടാമത്തെയും വെച്ചു. രണ്ടാമത്തെ നമ്മൾ നേരത്തെ ചെയ്താണ് ഞാൻ. ഇപ്പം മൊത്തത്തിൽ ഞാൻ 5 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ അനിയത്തിക്ക് കൊടുക്കാനായിട്ട് ചെറുതാണ് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് ആവി കയറ്റി അത് കരിഞ്ഞെന്ന് തോന്നി, എനിക്കറിയത്തില്ല. നമുക്കൊന്ന് എടുക്കാം. ഒരെണ്ണം എടുത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. പോലെ ഒന്നും കണ്ടു നോക്കണ്ട, നിങ്ങളെ പത്തിരി നോക്കുക. തുറന്നു. നല്ല മണമുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇറച്ചി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. എനിക്ക് കൈ പിടിക്കാൻ പോലും പറ്റുന്നു. എന്നാലും ഞാൻ സഹിച്ചെടുത്താണ്. ചിക്കൻ പിച്ചിയില്ല, ചിക്കൻ നല്ല സ്മൂത്ത്, നല്ല പഞ്ഞിയായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ എല്ലാം കൂടെ വെച്ച് നമ്മൾ ചവച്ചാൽ മതി. ഇനി അടുത്ത വീഡിയോ ഇരുന്ന് എല്ലാവർക്കും ബായ്.